ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഡ്രീം യുഗയുടെ എഞ്ചിനാണ്. നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ പുകയുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ട് നമ്മൾ അഴിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഹെഡ് നമ്മൾ ലെയ്ത്തിലൊക്കെ കൊടുത്ത് ക്ലിയർ ചെയ്ത് മേടിച്ചായിരുന്നു. അതിനുശേഷം നമ്മൾ എഞ്ചിൻ വർക്കിൻ്റെ കേസ് പറഞ്ഞു. കാരണം ഇതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിനകത്ത് പ്ലേ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത്ര ഷെയ്ക്കിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത് നമ്മൾ ക്ലിയർ ചെയ്ത് ഇട്ടാലും ഈ കണക്ടർ റോഡ് എന്ന് കംപ്ലയിൻറ്റ് വന്നോ അന്ന് സിലിണ്ടറും അതിൻ്റെ പിസ്റ്റണൊക്കെ ഡാമേജ് വന്നു പോകും. അപ്പോൾ അത് പ്രകാരം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ക്രാങ്കും കൂടി സെറ്റ് ചെയ്ത് കയറ്റാമെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ ക്രാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിലിണ്ടർ കിറ്റേപ്പാടി മാറ്റി വാൽവ് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് പിന്നീട് ഒരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്തോളാം പറഞ്ഞതും പ്രകാരം ആ രീതിയിലാണ് നമ്മൾ എഞ്ചിൻ അഴിച്ചേക്കണേ. അപ്പോൾ നമുക്ക് അതിനകത്ത് ചെയ്യേണ്ടി വന്ന വർക്കുകളെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തത് സെറ്റ് ചെയ്ത് എടുക്കണം. കാരണം അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഇല്ല, പക്കയായിട്ട് നിന്നോളും, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഞ്ചിനകത്ത് തന്നെ ഈ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങുകൾ അതൊക്കെ ഓൾറെഡി നമ്മൾ അഴിക്കണ കൂട്ടത്തിൽ അത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ആ കേസും 2 മണ്ണുണ്ട്, ഇവിടെയും നമുക്ക് 2 മണ്ണുണ്ട്. പിന്നെ അതിനകത്ത് ഗിയർ വീലുകൾ നോക്കുന്ന സമയത്ത് ഗിയറിൻ്റെ ഒരു വീല് ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് നോക്കുമ്പോൾ മൂളിച്ച സൗണ്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് അത് തന്നെ നിലനിർത്താം. അത് ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ വലിയ പ്രശ്നം തോന്നണില്ല. ഇനി പഴിച്ചിട്ട് കയറ്റുമ്പോൾ എന്തെങ്കിലും വന്നെങ്കിലും, പക്ഷെ എന്നാൽ പോലും സാധ്യത കുറവാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും വർക്കുകളാണ് നമുക്ക് എഞ്ചിൻ കേസിൻ്റെ ഉള്ളിൽ തന്നെ. കാരണം കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ 2 ബെയറിങ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ വർക്കുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമുക്കത് ക്ലച്ച് ഡിസ്കിൻ്റെ ഭാഗമാണ്. ക്ലച്ച് ഡിസ്ക് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണില്ല. അപ്പോൾ ക്ലച്ച് ഡിസ്ക് നമുക്ക് ഇത് തന്നെ മാറ്റാതെ ഇത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ക്ലച്ച് ഡിസ്ക് നോർമൽ സാധാരണ രീതിയിൽ അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരാറില്ല ഈ മോഡൽ വണ്ടിക്ക്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തായാലും ഫിസിക്കലി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴായ പോലും നമുക്കങ്ങനെ വേറൊരു കംപ്ലയിൻ്റ് ആയിട്ടൊന്നും നമുക്കതൊന്നും തോന്നണമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ക്ലച്ച് ഡിസ്ക് തൽക്കാലം അത് തന്നെ നിലനിർത്തിയിട്ട് നമുക്ക് ബാക്കിത്തെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ചോദിച്ചു. പിന്നെ നമുക്ക് അതിൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ വന്ന ചെയിനുണ്ട്, ക്യാം ചെയിൻ എന്ന് പറയും, അതൊരു ടൈമിങ് ചെയിൻ എന്ന് പറയും. അത് ഓൾറെഡി നമ്മൾ എന്തായാലും അത് മാറ്റിയിട്ടാണ് കയറ്റുക. കാരണം എന്ന് വെച്ചാൽ അത് അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ അതിൻ്റെ വീല് പുഷ് റോഡ് അതിനോട് ആ സെറ്റ് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യും. ക്ലച്ച് ഡിസ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ വലതുഭാഗത്ത് വന്നതാണ്. അപ്പോൾ നമുക്ക് എഞ്ചിൻ്റെ ഉള്ളിൽ വന്നതല്ല, എഞ്ചിൻ്റെ പുറമെ വന്നാണ്. എഞ്ചിൻ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലല്ല വരാം, എഞ്ചിൻ്റെ പുറം സൈഡ് റൈറ്റ് സൈഡിലായിട്ടാണ് ക്ലച്ച് ഡിസ്ക് വരാം. അപ്പോൾ പിന്നീടൊരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് പുറമേ നിന്ന് അഴിച്ച് മാറ്റി അത് റീസെറ്റ് ചെയ്ത് റിപ്പയർ ചെയ്യാവുന്ന കേസുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം അത് സ്കിപ്പ് ചെയ്ത് വിടണം കേട്ടോ. കാരണം പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റും ഇല്ലാത്തത് കൊണ്ടാണ് ആ തൽക്കാലം അത് നമ്മൾ ഒഴിവാക്കി നിർത്തിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ എഞ്ചിൻ വർക്കായിട്ട് തന്നെയാണ് ചെയ്യണത്, ഗ്യാരണ്ടിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടാണ് വണ്ടി കയറുക. കാരണം ഞാൻ ഫസ്റ്റ് ടൈം നമ്മളത് എഞ്ചിൻ വർക്കായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്തിരുന്ന ഷെഡ്യൂളിൽ ആകെ ചേഞ്ചിങ് വന്നു. പിന്നെ ഇപ്പോൾ നമുക്ക് ഇന്നാണ് കയറ്റി അഴിക്കണത്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് സെറ്റിങ്ങിനും നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് സെറ്റിങ്ങിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് വണ്ടികൾ ബുക്കിങ്ങിലാണ് വന്ന് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡിലേ ആണ് മൊത്തത്തിൽ വന്നത് കേട്ടോ. അപ്പോൾ നോക്കി നമുക്ക് എന്തായാലും ഗ്യാരണ്ടിയിൽ തന്നെ സംഭവം ക്ലിയർ ചെയ്ത് തരാം, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യുമ്പോഴായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അത് എന്താണ് ചെയ്യുന്നത്, ഏതൊക്കെയാണ്, ഏത് രീതിയിലാണ്, ഏത് പാർട്സുകളൊക്കെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി വർക്ക് നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അത് ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ വൈകുന്നേരത്താണ് നമുക്കത് കിട്ടുള്ളൂ. നാളെ ശനിയാഴ്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ ആയിട്ട് പ്രതീക്ഷിച്ചാൽ മതി വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കേട്ടോ. ബാക്കിത്തെ അതിൻ്റെ അത്യാവശ്യം മെയിൻ്റനൻസുകൾ കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ മെയിൻ സ്റ്റാൻഡ് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മെയിൻ സ്റ്റാൻഡ് കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു മെയിൻ സ്റ്റാൻഡിൻ്റെ പിന്ന് കിട്ടാനായിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു താമസമുണ്ട്. അത് അപ്പോഴത്തേക്കും റെഡി ആവുമെന്ന് വിചാരിക്കാം. എഞ്ചിൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതും കൂടിയും ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതും പ്രകാരമുള്ള വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഇനി എഞ്ചിൻ സെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ പക്കയായിട്ട് അതെന്താ, ഏതൊക്കെയാണ്, ഏത് പാർട്സുകളൊക്കെ ചേഞ്ച് ചെയ്യണേ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി വാട്സപ്പിൽ തന്നെ തരാം. ഓക്കെ.